ഹായ് ഓൾ എവ്രി വൺ. നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോവാം കേട്ടോ. പാറുക്കുട്ടി ഇങ്ങനെ ഓടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എത്തി ചെറുനാരങ്ങയ്ക്ക് വില ചോദിച്ചു കേട്ടോ. അപ്പോൾ പാവ, അതായത് 250 50 രൂപ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു 3 എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക് മേടിച്ചു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നും വർക്കാവുന്നില്ല. പിന്നെ അയാൾ പറഞ്ഞു പിന്നെ തന്നാൽ മതിയെന്ന്. പിന്നെ ഇവിടെ കണ്ടോ നിറയെ ഇങ്ങനെ പശുക്കളുണ്ടാവും. ഇവർക്കൊന്നും ആരും നോക്കാനില്ല എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും മേടിച്ചുള്ളൂ. കുറച്ച് ചീരയും മേടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൽ ഒരു ഷമാമ് മേടിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങയും പിന്നെ കുറച്ച് പഴവും കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇവർ കഴിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ. സീസണൽ ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ആപ്പിളിനൊക്കെ നല്ല റേറ്റ് ആട്ടോ. അപ്പം പിന്നെ അതൊന്നും മേടിച്ചില്ല. പിന്നെ ഇവർക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പം അത് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പം നമ്മൾ കുറേ പശുക്കളെ കണ്ടില്ലേ, ഇതേപോലെ തന്നെയായിട്ട് ഇവിടെ എവിടെ ഇറങ്ങുകയാണെങ്കിലും ഈ പശുക്കളുണ്ടാവും. സത്യം പറഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഈ റോഡിൽ നിന്ന് മാറേയില്ല. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ആണെങ്കിലും അതൊക്കെ ഭയങ്കര വൃത്തികേടാക്കി വെക്കും കേട്ടോ. എന്താണ് ഇവരെങ്ങനെ തുറന്ന് വിട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടുത്തെ ഒരു സ്ഥിതി ഇങ്ങനെയാണ്. പിന്നെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു 4-5 പീസ് മാങ്ങയും കുറച്ച് ഡേറ്റ്സും പിന്നെ ഒരു ഹാഫ് പീസ് കുക്കുംബറും കൂടി എടുത്തിട്ട് ഞാനൊരു ഷേക്ക് അടിക്കാമെന്ന് വെച്ചിട്ടോ. ഇന്ന് എൻ്റെ നൈറ്റ് ഫുഡ് അതാണ്. അങ്ങനെ ഞാൻ ഷേക്കൊക്കെ അടിച്ച് കുടിച്ച് പിന്നെ വെജിറ്റബിൾസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്. കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ അതിൻ്റെ അകത്ത് സോക്ക് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വിരിച്ചിടും. അപ്പം പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ കവറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പം ബൈ.